റഷ്യ യുക്രൈൻ യുദ്ധരംഗത്ത് നിന്ന് വീണ്ടും ഒരു നിർണായകമായ വലിയ അവകാശവാദവുമായി മോസ്കോ രംഗത്തെത്തിയിരിക്കുകയാണ്. യുക്രൈൻ സൈന്യത്തിന്റെ ഏറ്റവും ആധുനികവും തന്ത്രപ്രധാനവുമായ ഡ്രോൺ വിഭാഗത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. യുദ്ധരംഗത്ത് ഇരുവിഭാഗവും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഡ്രോണുകളും പരമാവധി ഉപയോഗിക്കുന്ന ഈ ഘട്ടത്തിൽ റഷ്യയുടെ ഈ പുതിയ സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. യുക്രൈൻ സൈന്യത്തിന്റെ 411 സെപ്പറേറ്റ് ബ്രിഗേഡിന് കീഴിലുള്ള ഹോക്സ് ഡ്രോൺ ബറ്റാലിയൻ കമാൻഡറെ വധിക്കാൻ കഴിഞ്ഞെന്നാണ് റഷ്യൻ സൈന്യം അവകാശപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ യുക്രൈന്റെ അതിർത്തി സുരക്ഷാ വിഭാഗത്തിലെ ഒരു മുതിർന്ന കമ്മ്യൂണിക്കേഷൻസ് ഓഫീസറെയും വകവരുത്താൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് റഷ്യ അവകാശപ്പെടുന്നു. യുദ്ധമുഖത്ത് ഡ്രോണുകളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഉന്നത ഉദ്യോഗസ്ഥരെയാണ് ലക്ഷ്യമിട്ടതെന്നത് റഷ്യയുടെ തന്ത്രപരമായ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. സപ്പറീഷ്യ, ഖാർഗീവ് എന്നീ അതിർത്തി മേഖലകളിൽ റഷ്യൻ സൈന്യം നടത്തിയ അതിശക്തമായ തന്ത്രപരമായ ഓപ്പറേഷനുകളിലൂടെയാണ് ഈ രണ്ട് പ്രമുഖ യുക്രൈൻ ഉദ്യോഗസ്ഥരെയും വധിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇരു വിഭാഗവും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. റഷ്യൻ സൈന്യത്തിന്റെ കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൊല്ലപ്പെട്ട കമാൻഡറുടെ നേതൃത്വത്തിലുള്ള ഹോക്സ് ഡ്രോൺ യൂണിറ്റ് റഷ്യയ്ക്ക് വൻ തലവേദന സൃഷ്ടിച്ചിരുന്ന ഒന്നായിരുന്നു. റഷ്യൻ മണ്ണിലേക്ക് യുക്രൈൻ നടത്തിയ കുർസ്ക് പ്രവിശ്യയിലെ അപ്രതീക്ഷിത സൈനിക മുന്നേറ്റത്തിൽ ഈ ഡ്രോൺ ബറ്റാലിയൻ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് മോസ്കോ ആരോപിക്കുന്നത്. റഷ്യൻ പ്രതിരോധ നിരകളെ തകർക്കാനും അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനും ഈ ഡ്രോൺ യൂണിറ്റ് യുക്രൈനെ വലിയ രീതിയിൽ സഹായിച്ചിരുന്നു. ഇതിനു പുറമെ റഷ്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സാധാരണക്കാരായ ജനങ്ങളെയും സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ട് നടന്ന മാരകമായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിലെ പ്രധാന തലച്ചോറ് ഈ കമാൻഡർ ആയിരുന്നു എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അതിർത്തികൾക്ക് കനത്ത ഭീഷണി ഉയർത്തിയ ഒരു സൈനിക സാരഥിയെ ഇല്ലാതാക്കുക വഴി റഷ്യ ശക്തമായ ഒരു പ്രതികാരമാണ് വീട്ടിയതെന്നാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ നഷ്ടം യുദ്ധഭൂമിയിലെ യുക്രൈന്റെ ഡ്രോൺ നീക്കങ്ങളെ താൽക്കാലികമായെങ്കിലും ബാധിച്ചേക്കാം. എന്നാൽ ഈ വലിയ സൈനിക നഷ്ടങ്ങൾക്കിടയിലും റഷ്യയെ സാമ്പത്തികമായും തന്ത്രപരമായും തളർത്താൻ ലക്ഷ്യമിട്ടുള്ള കടുത്ത പ്രത്യാക്രമണങ്ങളുമായി യുക്രൈൻ മുന്നോട്ട് പോവുകയാണ്. റഷ്യയുടെ പ്രധാന സൈനിക സപ്ലൈ റൂട്ടുകളെയും ഇന്ധന വിതരണ ശൃംഖലകളെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ലോജിസ്റ്റിക്സ് ലോക്ക്ഡൌൺ എന്ന പേരിലുള്ള വിപുലമായ ഒരു ക്യാമ്പയിൻ യുക്രൈൻ ശക്തമാക്കിയിരിക്കുകയാണ്. റഷ്യൻ സൈന്യത്തിന്റെ ചരക്കു നീക്കങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കുകയാണ് ഇതിലൂടെ കീവ് ലക്ഷ്യമിടുന്നത്. ഈ തന്ത്രത്തിന്റെ ഭാഗമായി റഷ്യയുടെ എണ്ണ ടാങ്കറുകൾ, വലിയ ലോജിസ്റ്റിക് ശൃംഖലകൾ, കരിങ്കടലിലൂടെയുള്ള സമുദ്ര ഗതാഗതം എന്നിവയാണ് യുക്രൈൻ സൈന്യം ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റഷ്യൻ അധിനിവേശത്തിലുള്ള ക്രിമിയയുമായി ബന്ധിപ്പിക്കുന്ന എല്ലാ വിതരണ പാതകളെയും തകർക്കാൻ യുക്രൈൻ തങ്ങളുടെ മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. ക്രിമിയയിലെ റഷ്യൻ സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങളും ഇന്ധനവും എത്തിക്കുന്നത് തടയാൻ ഈ നീക്കത്തിലൂടെ സാധിക്കുമെന്നാണ് യുക്രൈൻ കണക്കുകൂട്ടുന്നത്. റഷ്യ തങ്ങളുടെ കമാൻഡറെ വധിച്ചതായി അവകാശപ്പെടുമ്പോഴും അവരുടെ സാമ്പത്തിക സ്രോതസ്സായ എണ്ണക്കടത്തിനെയും സൈനിക വിന്യാസത്തെയും തകിടം മറിച്ചുകൊണ്ട് ഇതിന് മറുപടി നൽകാനാണ് കീവ് ശ്രമിക്കുന്നത്. കരിങ്കടലിലൂടെയുള്ള റഷ്യൻ നാവികസേനയുടെയും ചരക്ക് കപ്പലുകളുടെയും നീക്കങ്ങൾ ഇപ്പോൾ കടുത്ത ഭീഷണിയാണ് നേരിടുന്നത്. യുക്രൈന്റെ ഈ ലോജിസ്റ്റിക്സ് ലോക്ക്ഡൌൺ റഷ്യൻ മുൻനിര സൈനികർക്ക് ആവശ്യമായ സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുന്നതിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധരംഗത്തെ ഈ പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് പോരാട്ടം ഇപ്പോൾ കേവലം ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കപ്പുറം പരസ്പരം സാമ്പത്തികമായും സാങ്കേതികമായും തകർക്കുന്ന തരത്തിലുള്ള ഒന്നായി മാറിയിരിക്കുന്നു എന്നാണ്. റഷ്യ തങ്ങളുടെ വ്യോമ മേധാവിത്വവും രഹസ്യാന്വേഷണ മികവും ഉപയോഗിച്ച് യുക്രൈന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടുമ്പോൾ യുക്രൈൻ തങ്ങളുടെ ദീർഘദൂര ആക്രമണശേഷി ഉപയോഗിച്ച് റഷ്യയുടെ ആഭ്യന്തര അടിസ്ഥാന സൗകര്യങ്ങളെയാണ് തകർക്കുന്നത്. സപ്പറീഷ്യയിലും ഖാർഗീവിലും റഷ്യൻ സൈന്യം സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ തന്നെ റഷ്യയുടെ ഉള്ളിലെ ഇന്ധന സംഭരണശാലകൾക്ക് നേരെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾ പുടിൻ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധം നീണ്ടുപോകുന്നതിനനുസരിച്ച് ഇരുപക്ഷത്തും ഉണ്ടാകുന്ന ആളപായങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും വർദ്ധിച്ചു വരികയാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ ചോരപ്പുഴ അവസാനിപ്പിക്കാൻ നിരന്തര ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴും സങ്കീർണമായി തുടരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും രാജ്യത്തെ സൈനിക നേതൃത്വവും ഈ പുതിയ സാഹചര്യങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ പ്രധാന കമാൻഡർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ റഷ്യയുടെ മണ്ണിലേക്ക് കൂടുതൽ ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്കൽ നിന്നും
കൂടുതൽ ആധുനിക ആയുധങ്ങൾ വേണമെന്ന ആവശ്യം യുക്രൈൻ വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. മറുവശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തങ്ങളുടെ സൈനിക നടപടികളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. റഷ്യൻ അതിർത്തി ലംഘിച്ചുള്ള യുക്രൈന്റെ ഏതു നീക്കത്തിനും അതിശക്തമായ മറുപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഈ ഡ്രോൺ കമാൻഡറുടെ വധത്തിലൂടെ മോസ്കോ നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ യുക്രൈനിലെ പ്രധാന നഗരങ്ങൾക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. യുദ്ധമുഖത്തെ ഈ കടുത്ത പോരാട്ടങ്ങൾക്കിടയിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഖാർഗീവ്, സപ്പോറീഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ എപ്പോഴും മിസൈൽ ഭീതിയിലാണ് കഴിയുന്നത്. റഷ്യയുടെയും യുക്രൈന്റെയും ഈ തന്ത്രപരമായ നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും രാഷ്ട്രീയ സമവാക്യങ്ങളെ പോലും സ്വാധീനിക്കുന്നുണ്ട്. യുക്രൈന്റെ ഡ്രോൺ കമാൻഡർമാരെ വധിച്ചെന്ന റഷ്യയുടെ അവകാശവാദവും റഷ്യയുടെ സൈനിക വിതരണ ശൃംഖലകളെ നിശ്ചലമാക്കാനുള്ള യുക്രൈന്റെ ലോജിസ്റ്റിക്സ് ലോക്ക്ഡൌൺ തന്ത്രവും യുദ്ധത്തെ കൂടുതൽ അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇരുപക്ഷവും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഈ ആധുനിക യുദ്ധത്തിന്റെ അടുത്ത അധ്യായം എന്തായിരിക്കുമെന്ന വലിയ ആശങ്കയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്.